നമസ്കാരം. പ്രധാന വാർത്തകൾ. വാക്സിൻ നൽകിയപ്പോൾ തളർന്നു വീണു. ആലപ്പുഴയിൽ ചലനശേഷി നഷ്ടപ്പെട്ട വയോധിക മരിച്ചു. ആന്റി റാബീസ് വാക്സിൻ എടുത്തപ്പോൾ തളർന്നു വീണ് ചികിത്സയിലായിരുന്ന വീട്ടമ്മ മരിച്ചു. തകഴി 13-ാം വാർഡ് സോംജി ഭവനിൽ സോമന്റെ ഭാര്യ ശാന്തമ്മയാണ് വെന്റിലേറ്ററിൽ ചികിത്സയിൽ കഴിയവേ മരിച്ചത്. മുയൽ കടിച്ചതിനെ തുടർന്ന് ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെത്തിയ ഇവർക്ക് ആന്റി റാബീസ് വാക്സിൻ നൽകിയിരുന്നു. തുടർന്ന് ഇവർ തളർന്നു വീണതിനെ തുടർന്ന് ചികിത്സാ പിഴവെന്ന് കാട്ടി ബന്ധുക്കൾ പരാതി നൽകി. ടെസ്റ്റ് ഡോസിൽ തന്നെ അലർജി ഉണ്ടായിട്ടും 3 വാക്സിനും എടുത്തെന്നായിരുന്നു കുടുംബത്തിന്റെ ആരോപണം. വീണ്ടും അപകടം. ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച മിനി ബസ് മറിഞ്ഞു. പാറമ്പോടത്ത് ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച മിനി ബസ് മറിഞ്ഞ അപകടത്തിൽ 2 പേർക്ക് നിസ്സാര പരിക്കേറ്റു. ഇന്ന് പുലർച്ചെ 5:30-യോടെയാണ് അപകടമുണ്ടായത്. കർണാടക സ്വദേശികൾ സഞ്ചരിച്ച മിനി ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. പെരുമ്പിലാവ് ഭാഗത്തു നിന്നും ഗുരുവായൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. അപകട സമയത്ത് മിനി ബസ്സിൽ 20ഓളം പേർ ഉണ്ടായിരുന്നു. 2 പേരുടെ കാലിന് നിസ്സാര പരിക്കാണുള്ളത്. സിദ്ദിഖിന് ആശ്വാസം. ജാമ്യം സ്ഥിരപ്പെടുത്തി സുപ്രീം കോടതി. നടൻ സിദ്ദിഖിന് ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യം നൽകി സുപ്രീം കോടതി. ഇടക്കാല മുൻകൂർ ജാമ്യം സ്ഥിരപ്പെടുത്തുകയായിരുന്നു. സംഭവം നടന്നതിന് ശേഷം പരാതി നൽകിയത് 8 വർഷത്തിനു ശേഷം എന്ന കാര്യം ചൂണ്ടിക്കാട്ടിയതാണ് സുപ്രീം കോടതി സിദ്ദിഖിന് ജാമ്യം അനുവദിച്ചത്. സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്താൽ ജാമ്യത്തിൽ വിടണമെന്നും സുപ്രീം കോടതി പറഞ്ഞു. സിദ്ദിഖ് പാസ്പോർട്ട് ഹാജരാക്കണമെന്നും അന്വേഷണത്തോട് സഹകരിക്കണമെന്നും കോടതി ആവശ്യപ്പെട്ടു. കരുനാഗപ്പള്ളി സ്വദേശിനെ കാണുവാനില്ല. കൊന്നു കുഴിച്ചുമൂടിയതായി സംശയം. സുഹൃത്ത് കസ്റ്റഡിയിൽ. കരുനാഗപ്പള്ളിയിൽ നിന്ന് കാണാതായ യുവതി കൊല്ലപ്പെട്ടതായി സംശയം. യുവതിയെ കൊന്നു കുഴിച്ചിട്ടെന്ന് പറയുന്ന അമ്പലപ്പുഴ കരൂരിൽ കരുനാഗപ്പള്ളി പോലീസ് തെരച്ചിൽ നടത്തുകയാണ്. യുവതിയുമായി അടുപ്പമുണ്ടായിരുന്ന കരൂർ സ്വദേശി ജയചന്ദ്രനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കഴിഞ്ഞ 6-ാം തീയതി മുതൽ വിജയലക്ഷ്മിയെ കരുനാഗപ്പള്ളിയിൽ നിന്നും കാണാനില്ലായിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇവരെ അമ്പലപ്പുഴയിൽ വെച്ച് കാണാതായി എന്ന വിവരം ലഭിക്കുന്നത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ യുവതിയുടെ സുഹൃത്ത് കരൂർ സ്വദേശി ജയചന്ദ്രനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ജയചന്ദ്രനും യുവതിയും തമ്മിൽ ഏറെ നാളായി അടുപ്പത്തിലായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. യുവതിക്ക് ഇടയ്ക്കിടെ വരുന്ന ഫോൺ കോളിൽ ഇയാൾക്ക് സംശയമുണ്ടായിരുന്നു. ഇതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് സൂചന. അബ്ദുൽ നാസർ മദനിയുടെ വീട്ടിൽ മോഷണം. ഹോം നേഴ്സ് പിടിയിൽ. PDP ചെയർമാൻ അബ്ദുൽ നാസർ മദനിയുടെ വീട്ടിൽ മോഷണം. കൊച്ചി എളമക്കരയിലെ വീട്ടിലാണ് മോഷണം നടന്നത്. 4.5 പവൻ സ്വർണവും 7,500 രൂപയുമാണ് മോഷണം പോയത്. സംഭവവുമായി ബന്ധപ്പെട്ട ഹോം നേഴ്സായ റംഷാദിനെ പോലീസ് പിടികൂടി. മദനി ഏറെ നാളായി കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. വീട്ടിലെ അലമാരയ്ക്കുള്ളിൽ സൂക്ഷിച്ച സ്വർണവും പണവും മോഷണം പോയതായി അടുത്തിടെയാണ് വീട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്ന് പോലീസിൽ പരാതി നൽകുകയായിരുന്നു. അതേസമയം പാറശാല സ്വദേശിയായ റംഷാദ് 30-ലധികം കേസുകളിൽ പ്രതിയാണെന്നാണ് പോലീസ് നൽകുന്ന വിവരം. ഏജൻസി വഴിയാണ് ഇയാൾ മദനിയുടെ വീട്ടിൽ ജോലിക്കെത്തിയത്.